ഗാനഗന്ധർവൻ യേശുദാസ് അമേരിക്കയിൽ സെറ്റിലായ ശേഷം അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾക്കായി കാതോർത്തിരിക്കുന്നവരാണ് മലയാളികൾ. ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ ഫാൻസ് പേജിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഏറ്റവും പുതിയ ഒരു ചിത്രമാണ് ശ്രദ്ധ നേടുന്നത്. അദ്ദേഹം ഒരു പെൺകുഞ്ഞിനെ മടിയിലിരുത്തി കളിപ്പിക്കുന്നതാണ് ചിത്രത്തിൽ കാണാൻ കഴിയുക. തൊട്ടരികെ ഭാര്യ പ്രഭയുമുണ്ട്. നിറഞ്ഞ ചിരിയോടെയും സന്തോഷത്തോടെയും എല്ലാം അവർ കുഞ്ഞിനെ കളിപ്പിക്കുകയും ലാളിക്കുകയും ചെയ്യുന്ന കാഴ്ച അതിമനോഹരം തന്നെയാണ്. കയ്യിലിരിക്കുന്ന വസ്തു കാട്ടി ദാസേട്ടൻ കുഞ്ഞിനെ കളിപ്പിക്കുമ്പോൾ അത് ആസ്വദിക്കുകയാണ് അവളും. 3 ആൺമക്കളുള്ള യേശുദാസിനും പ്രഭയ്ക്കും ഒരു പെൺകുഞ്ഞിനെ വേണം എന്നത് വളരെ വലിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ പെൺകുട്ടികളോട് വളരെ സ്നേഹവും ലാളനയുമാണ് ഇരുവർക്കും. അത് ഈ ചിത്രത്തിൽ തന്നെ കാണുവാനും സാധിക്കും. അതേസമയം ഈ ചിത്രം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയതാണെന്ന് തോന്നുന്നില്ല. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിലുണ്ടായിരിക്കവേ പകർത്തിയ നിമിഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ 86-കാരനായ യേശുദാസ് US-ലെ ഇളയ മകൻ്റെ വീട്ടിലാണ് കഴിയുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കുട്ടികൾക്ക് സംഗീതം പകർന്നു കൊടുക്കുന്ന വീഡിയോയും പുറത്തു വന്നിരുന്നു. ഡാലസിലെ വീട്ടിൽ നിന്നും ഓൺലൈനിലാണ് അദ്ദേഹം കുട്ടികളെ സംഗീതം പഠിപ്പിക്കുന്നത്. സിന്ദൂരവർണ്ണ കരുണാസാഗര എന്ന കൃഷ്ണസ്തുതി കുട്ടികൾക്ക് പാടിക്കൊടുക്കുകയും കുട്ടികൾ ഏറ്റുചൊല്ലുമ്പോൾ അതിൽ വരുന്ന തെറ്റുകൾ തിരുത്തി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഗാനഗന്ധർവൻ്റെ വീഡിയോയാണ് അന്ന് പുറത്തു വന്നത്. അതുമാത്രമല്ല, 86-ാം വയസ്സിലും സംഗീത പരിശീലനത്തിന് ഒരു മുടക്കവും വരാത്ത അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അതൊന്ന് കേൾക്കാൻ കാത്തിരിക്കുന്ന ആരാധകർക്ക് വിരുന്നായി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ മാറിയത്. വളരെ അപൂർവമായി മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ ആരാധകർ അറിയാറുള്ളത്. 6 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത സബരിക്കിടയിൽ കുടുംബത്തിനൊപ്പം സമയം ചെലവഴിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. എന്നാൽ 5 വർഷത്തോളമായി അമേരിക്കയിലെ ഡാലസിൽ സ്ഥിരതാമസമാക്കിയ അദ്ദേഹം പൂർണ്ണമായും കുടുംബത്തിനായി സമയം മാറ്റിവെച്ചിരിക്കുകയാണ്. എങ്കിലും സംഗീതത്തെ അദ്ദേഹം കൈവിട്ടിട്ടില്ല. ദിവസവും പുലർച്ചെയുള്ള സംഗീത പരിശീലനം മുടങ്ങാതെ തുടരുന്നതിനൊപ്പം അമേരിക്കയിലെ ചില വേദികളിൽ അദ്ദേഹം കച്ചേരികൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. പച്ചക്കറികൾ വാങ്ങാനും മറ്റും സ്വന്തമായി കാറോടിച്ചു പോകുന്ന ദാസേട്ടൻ്റെ വിശേഷങ്ങൾ മുൻപും വാർത്തയായി മാറിയിട്ടുണ്ട്. ദാസേട്ടൻ ജനിച്ചു വളർന്ന ഫോർട്ട് കൊച്ചിയിലെ വീട് ഏറ്റെടുത്ത് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സംഗീത മ്യൂസിയം ഒരുക്കുവാൻ കൊച്ചി കോർപ്പറേഷൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. 6 കോടി രൂപ ചെലവഴിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. മനോരമ ഓൺലൈനിൽ മധു വാസുദേവൻ എഴുതിയ യേശുദാസിൻ്റെ ശബ്ദരഹസ്യം വെളിപ്പെടുന്നു എന്ന ലേഖനമാണ് ഈ നീക്കത്തിന് പിന്നിലെ പ്രേരണയായി മാറിയത്. യേശുദാസിൻ്റെ ശബ്ദത്തിലെ ശാസ്ത്രീയമായ പ്രത്യേകതകളും അത് വരും തലമുറയ്ക്കായി സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ആ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.